glorified. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ വലിയൊരു വചനവുമായിട്ട് നിൽക്കുവാൻ ഇടയാകുന്നതിൽ ഞാൻ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. I praise and glorify God for another opportunity to be with you all with the word of God. നാം കുറച്ചു പേരേ ഉള്ളൂ. ഇപ്പോൾ പ്രിയ ശങ്കർ ഓർപ്പിച്ചതുപോലെ കഴിയുന്നത്ര ആളുകൾ വീഡിയോ ഓൺ ചെയ്ത് വെക്കുവാൻ തയ്യാറാകണമേ എന്ന് ഞാൻ വീണ്ടും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. Once again, a humble request, as much of us are possible, to switch on the cameras. Please do it. May His name be glorified. നാം കഴിഞ്ഞ ആഴ്ചയിൽ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിൽ നിന്നും ചില ആത്മീക പാഠങ്ങൾ പഠിക്കുവാനിടയായി. നാം അതിപ്പോൾ കേൾക്കുവാനിടയായി തീർന്നല്ലോ. So in last week we could learn certain spiritual truths from 1 Corinthians chapter 15, and that's what brother Binu just reiterated. നാം ആദ്യമായിട്ട് ഓർത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ഈ 15-ാമത്തെ അധ്യായത്തിന്റെ ആദ്യ ഭാഗം ഓർമ്മിപ്പിക്കുവാനിടയായത്. In the starting portion, we firstly understood about the death of our Lord Jesus Christ. രണ്ടാമതായിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടക്കത്തെ സംബന്ധിച്ച ചില കാര്യങ്ങൾ നാം ഓർക്കുകയുണ്ടായി. We then pondered upon the burial of our Lord Jesus Christ. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയിൽ, അരിമത്തിയിലെ യോസേഫിന്റെ കല്ലറയിൽ നമ്മുടെ കർത്താവിനെ അടക്കം ചെയ്തതായിട്ട് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. We happen to read about that there was this grave that was not ever used, the tomb of Joseph from Arimathea that was used for our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കർത്താവിന്റെ കല്ലറയ്ക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു പ്രത്യേകതയാണ്, എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതിനകത്ത് അതിന്റെ അവശിഷ്ടങ്ങളൊന്നും ശേഷിക്കുന്നില്ല. ഇന്നും അത് പുതുതായ ഒരു കല്ലറയായിട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രത്യേകമായ ഒരു കാര്യമായിട്ടിരിക്കുന്നു. There is a speciality about the tomb of our Lord Jesus Christ, which is unique in itself, that there is no remains in that tomb or grave whatsoever, even after so many years. നാം മൂന്നാമതായിട്ട് ചിന്തിക്കുവാൻ ആരംഭിച്ചത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ചാണ്. Thirdly, we pondered upon the resurrection of our Lord Jesus Christ. വളരെ പ്രധാനപ്പെട്ടതായ 5 സത്യങ്ങൾ ആ വിഷയത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് നോക്കുവാനിടയായി തീർന്നു. We happen to ponder upon the very important 5 things in regards to the same. ഈ കാര്യങ്ങൾ നിശ്ചയമായിട്ടും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ അവസാനിപ്പിച്ചത്. Uncle happened to end the last class reiterating that we need to remember these 5 things. എത്ര പേർ അത് ഓർക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ എനിക്കത് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ ഓരോരുത്തരായിട്ട് ചോദിച്ച് സമയം കളയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. I do not know how many of us remember. I don't want to ask any one person, and I just want to move on. ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം എന്താണ്? What are the spiritual truths that has been given to us with regards to the resurrection of our Lord Jesus Christ? കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പും നാമുമായി വളരെ അഭേദ്യമായ ബന്ധം നമുക്കുണ്ട്. There is the undistinctive relationship that we have with the resurrection of our Lord Jesus Christ. നമുക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നുള്ളത്. The resurrection of Lord Jesus Christ is a topic that we have understood and kind of live with that. ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. The faith of Christianity lies upon the very fact and truth of the resurrection of Lord Jesus Christ. കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എങ്കിൽ, ശ്രദ്ധിക്കുക, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ഇല്ല എങ്കിൽ ഈ ഒരു വിശ്വാസത്തിന് പോലും നിലനിൽപ്പില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. See, one of the core things and critical things about the Lord Jesus Christ's resurrection is, if at all that is not there, then the foundation of the Christianity or the faith of Christianity will be dazzled. ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതായ വിഷയം, നമുക്കറിയാവുന്നതായ വിഷയം, ആ വിഷയം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്ന, നമുക്ക് നൽകിത്തരുന്ന ആത്മീക പാഠം എന്തെല്ലാമാണ്? Such an important event, such an important topic which is critical to our Christian life. What are the 5 truths that it gives to us? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനിത് പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര പേര് ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം. Uncle happened to reiterate this in the last class. The question is, how many of us remember it? എന്താണ് ബിനു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് നൽകി തരുന്ന ആത്മീക പാഠം?
What are the spiritual truths that is given unto us with the resurrection of Lord Jesus Christ? ഒന്നാമത് ദൈവപുത്രൻ എന്ന് നിർണയിക്കുന്നതിനുള്ള തെളിവാണ്. അതുപോലെ തന്നെ നമ്മുടെ നീതീകരണത്തിന് വേണ്ടിയായിരുന്നു, നാം തേജസ്സിന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അതുപോലെ തന്നെ നീതിയിൽ ന്യായം വിധിക്കും എന്നുള്ളതിന്റെ തെളിവായിട്ടും നമുക്ക് അതിനെ കാണുവാൻ കഴിയും. ഒരെണ്ണം കൂടിയുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതുമാണ്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എന്നതുകൊണ്ട് മാത്രമാണ്. Foundation of our Christian faith is only based on the resurrection of our Lord Jesus Christ. നാം ഈ 5 പോയിന്റുകൾ കാണാതെ പഠിച്ചു പറയാൻ നമുക്ക് കഴിയും. This 5 points we can by heart and say it. എന്നാൽ അത് മാത്രമല്ല, അതിൽ അടങ്ങിയിരിക്കുന്ന ചില സത്യങ്ങൾ കൂടെ നാം അതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. It is not merely by hearting it in our heads, but for us to really gauge and understand the truths in all of those. നാം ഒന്നാമതായിട്ട് ചിന്തിച്ചത് റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യമാണ്. ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുന്നു. So first thing that we read in Romans chapter 1 and verse 5, that it is been declared that he is the Son of God. എന്താണ് ആ വാക്കിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം അല്ലെങ്കിൽ ആശയം? എന്താണ് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെട്ടിരിക്കുന്നത്? യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനാലാണ്. The powerful declaration of Lord Jesus Christ being the Son of God for the Father is being done through the resurrection. കർത്താവായ യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണ് എന്ന് തെളിയിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം. One of the core fundamentals with this statement is when it says that the Lord Jesus Christ is Son of God, meaning he is equal with God. This is the foundational truth that we get from this. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പറയുന്നു. യേശുക്രിസ്തു ദൈവം എന്ന് സാക്ഷാൽ തെളിയിക്കുകയാണ്. See, when the Lord Jesus Christ claims to be the Son of God, here with this event, that proof or the declaration of the Lord has been proven. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗലിന്റെ മാനസാന്തരത്തെ പറ്റി നമുക്കറിയാം. We know Saul's repentance in Acts of the Apostles chapter 9. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ദമസ്കോസിന്റെ ഫ്രണ്ടിൽ വെച്ച് അല്ലെങ്കിൽ വാതിക്കൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനാൽ പിടിക്കപ്പെട്ടവനായിട്ട് ശൗൽ തീരുന്നതായ കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് അറിയാവുന്ന വിഷയമാണ്. In the starting verses of chapter 9, we see as to how Saul is being arrested by the Lord Jesus Christ at the doors of Damascus. ശൗലിന്റെ മാനസാന്തരത്തിന് ശേഷം ശൗൽ പ്രസംഗിച്ചതായിരിക്കുന്ന വിഷയം എന്താണ്? So what is the preaching after the repentance that Saul is doing? ആർക്ക് പറയാം? ശൗലിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു? What was his topic of preaching? ശങ്കറിന് പറയാമോ ശൗലിന്റെ പ്രസംഗ വിഷയം എന്തായിരുന്നു എന്നുള്ളത്? ആർക്ക് പറയാം? എന്തായിരുന്നു ശൗലിന്റെ പ്രസംഗ വിഷയം? ഉയർത്തെഴുന്നേറ്റ ആരാണ് പറഞ്ഞത്? ഓക്കെ, സൂസൻ സിസ്റ്റർ പറഞ്ഞു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു. പോരാ, അല്പം കൂടെ വേണം. Resurrected Jesus Christ. You're close. You need to get a bit more close. എന്തായിരുന്നു ശൗലിന്റെ പ്രസംഗ വിഷയം? What was the essence or the topic of സിനഗോഗിലും മറ്റ് പല സ്ഥാനങ്ങളിലും ശൗല് പോയി പ്രസംഗിച്ചതായിട്ട് നാം അപ്പോസ്തലപ്രവൃത്തിയിൽ വായിക്കുന്നുണ്ട്. ആ പ്രസംഗത്തിനൊക്കെ ഒരു വിഷയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം? So we see that Saul becoming Apostle Paul, and then he preaches in many synagogues. And what was the core of his? യേശുക്രിസ്തു മശിഹാണെന്ന്. ദൈവപുത്രൻ എന്ന് പള്ളികളിൽ പ്രസംഗിച്ചു. യേശുക്രിസ്തു ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു. ദൈവപുത്രൻ എന്ന് പ്രസംഗിച്ചു. കർത്താവായ യേശുക്രിസ്തു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. ആ, പിന്നെ അടുത്തത് ഷിൻഡു എന്ന് പറഞ്ഞല്ലോ.
മരിച്ചവരിൽ നിന്ന് സോറി, ഷിൻഡു എന്താ പറഞ്ഞേ? യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു. നിങ്ങളൊരു വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം. യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ച് താൻ പ്രസംഗിക്കുകയാണ് ചെയ്തത്. See, he is preaching in a manner where he is proving that Jesus is the Christ. എന്തുകൊണ്ട് അങ്ങനെ പ്രസംഗിക്കേണ്ടതായിട്ട് വന്നു? Why was the need for him to preach in that manner? നിങ്ങൾക്ക് ആ സംഭവം അറിയാവേണ്ടതാണ്. You 9-ാം should know അധ്യായത്തിന്റെ this. 3-ാമത്തെ വാക്കിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം അവന്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. 5-ാം വാക്യം: നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന്. ഈ സംഭവം നമുക്ക് നന്നായിട്ട് അറിയാം, ഇല്ലേ? എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണല്ലോ. We know this passage very well. Uncle just read out chapter 9 verses 3, 4 and 5. The question in 5th is, who is you, Lord? Asked by Saul. ദമസ്കോസിന്റെ വാതിൽക്കൽ കണ്ണ് കാണാൻ പാടില്ലാതെ കിടന്ന ശൗലിനോട് ആ വെളിച്ചം സംസാരിക്കുകയാണ്. എന്താണ് ആ വെളിച്ചം? ശൗലെ നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ആ വെളിച്ചത്തിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. Saul at the doors of Damascus in his blindness, when the light had shone from heaven, that light is speaking to Saul and asking him, Saul, Saul, why are you persecuting me? എന്തായിരുന്നു അതിന്റെ മറുപടി? എന്തായിരുന്നു? What was the answer to that question? ശൗലെ ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചപ്പോൾ എന്തായിരുന്നു മറുപടി? Who are you, Lord? ചോദ്യം തിരിച്ചങ്ങോട്ട്. Who are you, Lord? നീ ആരാകുന്നു? കർത്താവേ. എന്തുകൊണ്ട് ശൗൽ അങ്ങനെ ചോദിക്കുന്നു? See, the answer from Saul is rather a question. He says, who are you, Lord? Why is he asking in that manner? ശൗൽ അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? What is the reason Saul is asking in that manner? ഗ്ലാഡിസ് ബ്രദറെ, ന്യായമായിട്ട് ശൗൽ എന്തായിരുന്നു ചോദിക്കേണ്ടത്? What should have been a normal response from Saul? അങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സംസാരിക്കാൻ കഴിയുള്ളൂ വെളിച്ചത്തിൽ നിന്ന്. എന്താ അതിന്റെ തെളിവ്? So the answer Gladys uncle gave was, only light or God can speak through light in that manner. So what is the proof of that statement? കാണാൻ പാടില്ലാതെ നിലത്ത് കിടക്കുന്ന ഈ ശൗൽ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ചതിന്റെ കാരണം എന്താണ്? What is the reason why Saul is asking that question when he is, fallen flat, being blind, asking that question, who are you, Lord? അതുവരെ യേശു ക്രിസ്തുവിനെ കർത്താവ് ആണെന്ന് വിശ്വസിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ യേശുക്രിസ്തുവിനെതിരായിട്ട്, യേശുക്രിസ്തു കർത്താവാണെന്നുള്ളതിനെതിരായിട്ട് പ്രസംഗിച്ച ആള്. യേശുക്രിസ്തു കർത്താവാണെന്ന് അല്ലെങ്കിൽ അതിനെതിരായിട്ട് പ്രസംഗിച്ചത് കൊണ്ടാണോ അങ്ങനെ ചോദ്യം ഉണ്ടായത്? ശൗലിന് അറിയാമായിരുന്നു ദൈവം വെളിച്ചമാണെന്നുള്ളത്. ദൈവം വെളിച്ചമാണ് എന്ന് ശൗലിന് അറിയാമായിരുന്നു. ഓക്കെ, പക്ഷെ അതുകൊണ്ട് ഈ ചോദ്യം ഈ സ്ഥാനത്ത് ചോദിക്കേണ്ടത് എന്താണ്? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കാനുള്ള കാരണം എന്താ? See, what is the core factor? Why is he addressing to the query being asked and addressed him as to be Lord? So what makes Saul ask that question? He realized that somebody is overruling him. ഞാൻ ചോദിച്ചത് ശൗൽ ഏത് ഗോത്രക്കാരനാണ്? Which tribe does Saul come from? ബെന്യാമിൻ. എന്താ ബെന്യാമിൻ ഗോത്രക്കാരന്റെ സ്വഭാവം? What is the character of a person coming from the tribe of Benjamin? ബെന്യാമിൻ ഗോത്രക്കാരന്റെ സ്വഭാവം എന്താണെന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. What is the character? 39-ാം അധ്യായത്തിലുണ്ട്. Ravenous wolf. കടിച്ചു കീറുന്ന ചെന്നായാണ് ഈ ബെന്യാമിൻ ഗോത്രക്കാരനായിരിക്കുന്ന ശൗൽ. Saul is a ravenous wolf from the tribe of Benjamin. ആ നിലയിൽ അവന്റെ സ്വഭാവം അനുസരിച്ച് അവൻ എന്തായിരുന്നു ചോദിക്കേണ്ടത്? In that way, given his tribe and his character, what should have been his answer? ഒരിക്കലും കർത്താവേ എന്ന് സംബോധന ചെയ്യുവാൻ യാതൊരു സാധ്യതയുമില്ല.
in a normal way, there would not have been an addressal to that voice being Lord. എന്നാൽ എന്തുകൊണ്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിക്കുന്നു? Then what makes him to say or address that voice as, "Who are you, Lord?" അതിന്റെ പിന്നിലൊരു കാരണമുണ്ട്. There is a reason, very definite reason for that. വെറുതെ ചോദിച്ചതല്ല. He did not just merely ask that question. ആ ചോദ്യത്തിന്റെ പിന്നാമ്പുറം ഇതാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ പശ്ചാത്തലത്തിലാണ് ശൗൽ ആ ചോദ്യം ചോദിക്കുന്നത്. On the basis of Exodus chapter 3 is why Apostle Paul, or rather Saul, is making that question back to the Lord. എന്താ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ വിഷയം? What is the topic in Exodus chapter 3? Moses at the burning bush. ഒരു മുൾപടർപ്പിന്റെ മുമ്പിലാണ് മോശ എന്ന പ്രവാചകൻ നിൽക്കുന്നത്. Moses the prophet is standing in the burning bushes. ആ മുൾപടർപ്പ് കത്തുന്നുണ്ട്, പക്ഷെ വെന്തു പോകുന്നില്ല. See, it is burning, but it is not completely destroying of the grass. ആ മുൾപടർപ്പിന്റെ മധ്യത്തിൽ ഒരു ചോദ്യം ഉണ്ടാകുന്നു. നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്നും ചെരുപ്പഴിച്ച് കളക. And here the voice comes out from the burning bushes. The place that you stand, O Moses, is holy. Take off your footwear from there. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് ന്യായപ്രമാണം സൂക്ഷ്മമായി അഭ്യസിപ്പിച്ച് ശൗലിനറിയാം, മുൾപടർപ്പിന്റെ മധ്യത്തിൽ വെളിച്ചത്തിൽ നിന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റ വ്യക്തിയേ ഉള്ളൂ, അത് പഴയ നിയമത്തിലെ കർത്താവാണ്. The one who sat at the feet of Gamaliel and learned the scriptures so much carefully, he knew there can be only one voice that can come from the burning bushes, and that is the voice of the Lord. ഒറ്റയാളെ സംസാരിച്ചിട്ടുള്ളൂ പഴയ നിയമത്തിൽ, വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, പ്രകാശത്തിൽ നിന്നുകൊണ്ട്, അത് കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് ശൗൽ ചോദിച്ചത്, നീ ആരാകുന്നു കർത്താവേ എന്ന്. Only one person in history, only one person in the Old Testament has ever spoken in the light and through a voice from there. That is the Lord himself. അല്ല സിസ്റ്ററെ, ഇങ്ങനെ ഒരു സംസാരം വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന വാക്യം വേറെ എവിടെയും വായിക്കുന്നുണ്ടോ? ആരോടെങ്കിലും ഉള്ള ബന്ധത്തിൽ? Do we read a same speech that was being said to Moses, that where you stand is a holy place, remove your footwear, being ever repeated again? ഇല്ല. ഉറപ്പാണോ? അതായത് when the Israelites came to the foot of that mountain, they were asked to I don't know whether ഞാൻ അതല്ല ചോദിച്ചത്. നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്നും ചെരുപ്പഴിച്ച് കളക എന്ന് വേറെ ആരുടെയും പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യം. Did the Lord ever speak to anybody like he spoke to Moses? The place that you stand is holy, remove your footwear from there. പറഞ്ഞിട്ടുണ്ട്. ആരാ ബേജ? ആരാന്ന് ചോദിക്കരുത്, പറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല സിസ്റ്ററെ, യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം എടുക്കാമോ? യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം. Can you come to Joshua chapter 5? അഞ്ചാമത്തെ 15-ാം വാക്യം. 5-ാം അധ്യായം പറഞ്ഞു, ബേജ വാക്യം പെട്ടെന്ന് കണ്ടുപിടിച്ചു. 5-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. Chapter 5 and verse 15 of Joshua. Then the commander of the Lord's army said to Joshua, take your sandals off your foot, for the place you stand is holy. 2 പ്രാവശ്യമാണ് ഈ പ്രസ്താവന ആവർത്തിച്ച് വരുന്നതായിട്ട് നാം കാണുന്നത്. See, this declaration by the Lord has been repeated twice, and this is the second place. ഇവിടെ ചോദ്യം അതല്ല, ഞാൻ ഇത് വിശദമായിട്ട് പറയാനുള്ള കാരണം, നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളക എന്ന് ഈ മുൾപ്പടപ്പിന്റെ മധ്യത്തിൽ വെച്ച് പറഞ്ഞത് നല്ലവണ്ണം അറിയാം ശൗലിന് അത് കർത്താവ് മാത്രമാണെന്നുള്ളത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ശൗൽ പറയുന്നത്, നീ ആരാവുന്ന കർത്താവ് എന്ന് ചോദിച്ചയക്കുന്ന ചോദ്യം. The reason why Saul is asking that question to the Lord when he was at Damascus, because he knew from the scriptures that there has been only 2 recitation in this manner in the Old Testament, and somebody is only മറുപടി എന്തായിരുന്നു മറുപടി? What was the answer from the Lord? I am നീ ഉപദ്രവിക്കുന്ന കർത്താവാണെന്ന് പറഞ്ഞാൽ പോരെ?
he could have just said, I am the Lord you're persecuting. What പക്ഷെ is he എന്താ have- പറഞ്ഞത്? The Lord said, I am Jesus whom you are persecuting. നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്താ? What is the reason why the Lord is specifying that I am Jesus whom you are persecuting? ന്യായപ്രമാണ പ്രകാരം ശൗലിന് വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഒരു സത്യമാണ് പഴയ നിയമത്തിലെ കർത്താവ് പുതിയ നിയമത്തിലെ യേശുവായി തീർന്നു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. See, Saul, based on the scriptures, was never able to believe that the Lord of the Old Testament is the Jesus Christ here. അതുകൊണ്ടാണ് വളരെ വ്യക്തമായിട്ട് ഈ സത്യം പരിശുദ്ധാത്മാവ് ആ ഭാഗത്ത് പറയാനുള്ള കാരണം അത് തന്നെയാണ്. This നീ is the reason, ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. that is the reason why the Spirit of God is made a mention in this very specific manner, in which the Lord replies back to Saul that I am Jesus whom you're persecuting. ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം ശൗല് പ്രസംഗിക്കാനായിട്ട് ആരംഭിച്ചു. തുടർന്ന് വായിക്കുന്ന അധ്യായങ്ങൾ നമുക്ക് ആ സംഭവം അറിയാവുന്നതാണ്. After this incident, Saul, who becomes Paul, started preaching, and we know the topic of his preaching. എന്തായിരുന്നു ശൗലിന്റെ പ്രസംഗ വിഷയം? What was the topic of his preaching? 19-ാമത്തെ വാക്യം വായിച്ചു നോക്കുക. Verse 19, can we read? So when 9-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം. Acts of the Apostle chapter 9 and verse 90. So when he had received food, he strengthened, and Saul spent some days in the disciples at Damascus. Immediately he preached the Christ in the synagogue, that he is the Son of God. He is the Son of God. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്നാണ് താൻ പ്രസംഗിച്ചത്. He preached that Jesus Christ is the Son of God. Verse 22, 22-ാമത്തെ വാക്യം. Verse 22, but Saul increased in all the more in strength and confounded the Jews who dwelt in Damascus, proving that this Jesus is the Christ. Yeah, proving യേശു തന്നെ ദൈവം എന്ന് തെളിയിച്ച് താൻ പ്രസംഗിച്ചു. He was preaching, proving that Jesus is the Christ. വേണമെങ്കിൽ ചില വാക്യങ്ങൾ എഴുതി വെച്ചു. 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. Chapter 17 verse 3, you can make a note of it. 18-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. Chapter 18 and verse 5. 18-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. Chapter 18 and verse 28. ഈ അധ്യായങ്ങളിലും വാക്യങ്ങളിലുമെല്ലാം ഈ ഒരൊറ്റ വിഷയമാണ് പരാമർശിക്കപ്പെടുന്നത്. യേശു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ച് പ്രസംഗിക്കുന്നു. All of these verses just make one mention that Apostle Paul was preaching that Jesus Christ is the Lord, the Son of God. 9-ന്റെ 19, 22, 17-ന്റെ 3, 18-ന്റെ 5, 18-ന്റെ 28 ഇത്രയും വേദഭാഗത്ത് യേശു തന്നെ ദൈവപുത്രൻ എന്ന് തെളിയിച്ച് ശൗൽ പ്രസംഗിക്കുന്നു. All of this scripture portion in Acts of the Apostles, Apostle Paul is preaching, proving Jesus Christ is the Son of God. എന്ന് പറഞ്ഞാൽ ആ വിഷയം എങ്ങനെയാണ്? യേശു ദൈവപുത്രൻ എന്നുള്ളത് ശൗലിന്റെ ഒരു ജീവിത മാർഗരേഖയായി മാറുവാൻ ഇടയായി തീർന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം. See, one of the core essence is understanding that that Jesus is the Lord, or he is the Christ. That became the real thing in his life henceforth. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് തെളിയിക്കുന്ന അനുഭവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. It is very, very important that we should also have that experience where we come to that knowledge that Jesus is the Christ, the Son of God. ഞാൻ ഈ ഒരു കാര്യത്തെ പറ്റി അല്പം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. തുടർന്ന് വരുന്ന 4 കാര്യങ്ങളും ഇതുപോലെ തന്നെ പ്രാധാന്യതയുള്ളതാണ്. അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. See, all of the other 4 points are equally important. I just pondered on this in depth. You can do the depthness of the other 4 as you go by yourself. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് 5 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന് അവൻ ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടേണ്ടതിന് വേണ്ടിയായിരുന്നു. 5 truths that we come to know with the resurrection of the Lord Jesus Christ. 1 is the proving and declaration of Jesus Christ being the Son of God. 2, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്
നമ്മുടെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിരിക്കുന്നു. And that this is very much embedded. The resurrection of Lord Jesus Christ is very much embedded in our faith. നമ്പർ 3, റോമർ 4:24 നമ്മുടെ നീതീകരണത്തിനായിട്ടാണ് യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. That for our justification is why the Lord Jesus Christ was raised from the dead. നമ്പർ 4, റോമർ 6:4 നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത്. And Romans chapter 6 and 4 that we should walk in the newness of life is why the Lord Jesus Christ was resurrected. നമ്പർ 5, അപ്പോസ്തലപ്രവൃത്തി 17:30-31 ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കുന്നതിന്റെ ഉറപ്പാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. That the world would be judged in justice and in righteousness is the proof that the Lord Jesus Christ was risen again. ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയുന്നു, യാതൊരു കാരണവശാലും ഈ സത്യങ്ങൾ നാം മറന്നു പോകരുത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മെ പഠിപ്പിക്കുന്ന ആത്മീയ പാഠങ്ങൾ സൂക്ഷ്മമായി മനസ്സിലാക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May the good Lord really help us so that we are able to retain and be able to live with these 5 important things which is being taught with the resurrection of our Lord Jesus Christ. ഈ 15-ാം അധ്യായത്തിൽ നിന്ന് മറ്റൊരു പ്രധാന വിഷയത്തിലേക്ക് ഞാൻ പോവുകയാണ്. Let's come back to 1 Corinthians chapter 15 and we'll go to another important topic. അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. And that is, the appearance of our Lord Jesus Christ. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. 3 മുതൽ 8 വരെയുള്ളതായ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ വായിച്ചാൽ ആ കാര്യം ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രത്യക്ഷപ്പെട്ടു എന്ന് മാത്രമാണ് അവിടെ രേഖപ്പെടുത്തുന്നിട്ടുള്ളത്. 1 Corinthians chapter 15, 3-8, we find the details of it there about the appearance of the Lord Jesus Christ. ഇനി ഈ 15-ാം അധ്യായത്തിൽ നിന്നും വളരെ പ്രധാനപ്പെട്ടതായ ഇതെല്ലാം പ്രധാനപ്പെട്ടത് തന്നെയാണ്, എന്നാൽ ഇതിനേക്കാൾ പ്രധാനപ്പെട്ടതായിരിക്കുന്ന മറ്റൊരു വിഷയത്തിലേക്ക് നാം പോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. See, we pondered upon chapter 15. All those we spoke was important. There is one more which is a bit more important into this. ഞാനൊരു വാക്ക് ചോദിക്കട്ടെ. വെയിൻ, VAIN, വെയിൻ, വ്യർത്ഥമായി തീരുക എന്ന് പറഞ്ഞാൽ എന്താ? What does it mean that the veil is becoming useless? ബിനുവിന് പറയാമോ? വെയിൻ, വ്യർത്ഥമായി തീരുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത്? Vain meaning it becoming of no use. What does that really mean? വെറുതെ ആകുക, വൃഥാവായി പോവുക. അത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കേണ്ടത്? നിഷ്ഫലമായി പോകുക, പ്രയോജനമില്ലാതായി. പ്രയോജനമില്ലാതെ പോകുന്നു എന്നുള്ളത് നമ്മളുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടുത്തി പറയണ്ടേ? That it becoming vain or being not useful in relation to us. ഇപ്പം ഒരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റ് എന്റെ കൈവശമുണ്ട്, പാസ്പോർട്ട് എന്റെ കൈവശമുണ്ട്, ടിക്കറ്റ് എന്റെ കൈവശമുണ്ട്. So just consider the scenario that going to another country, I've got the passport and the ticket. ആ യാത്ര ചെയ്യേണ്ടതാക്കുന്ന ദിവസം എന്റെ മുമ്പിൽ വന്നു. The day to be traveling has come forth. എന്റെ ഉള്ളിൽ നല്ല കോൺഫിഡന്റ് ഉണ്ട്, ഇന്ന സമയത്ത് ഞാൻ എയർപോർട്ടിലേക്ക് ചെല്ലും, ഞാൻ ഫ്ലൈറ്റിൽ കയറി ആ സ്ഥലത്തേക്ക് പോകും. നല്ല ഉറച്ച വിശ്വാസം എന്നിലുണ്ട്. I'm sternly believing that at this given time I will reach the airport, I will board the flight and I will reach the destination. എനിക്ക് ബിസിനസ് ക്ലാസ്സിലാണ് ടിക്കറ്റ് ലഭിച്ചിരിക്കുന്നത്. I've got a business class ticket. ഏറ്റവും സൗകര്യപ്രദമായിട്ട് എനിക്ക് യാത്ര ചെയ്യാനുള്ള സാവകാശമുണ്ട്. I've got all the privileges to be traveling in a luxurious manner. എന്നാൽ ആക്സിഡന്റലി എന്റെ വാഹനം ലേറ്റ് ആയത് മുഖാന്തരം എനിക്ക് ഫ്ലൈറ്റ് മിസ്സാകും. But due to my vehicle delay, I could not reach the flight or board the flight. കാരണം എന്തും ആയിക്കൊള്ളട്ടെ, എനിക്ക് അർഹതപ്പെട്ടത്, ഞാൻ നേടിയെടുത്തത്, ഞാൻ കേട്ടത്, ഞാൻ ശ്രദ്ധിച്ചത്, എന്റെ കൈവശമുണ്ടായിരുന്നതെല്ലാം വൃഥാവായി പോകും. See, no matter what the reason is, what I had, what I possessed, what I worked for, I have lost all of that. ഞാൻ പറഞ്ഞ ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. I hope you understood the illustration which I spoke to you. ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്ത് മറ്റൊരു രാജ്യത്തേക്ക് എത്തുവാനുള്ള എല്ലാ ഉറപ്പും എന്റെ ഭാഗത്തുണ്ട്. പക്ഷെങ്കിൽ അത് വ്യർത്ഥമായി പോയി, എനിക്കത് സാധിച്ചില്ല. See, I had every right, everything that I needed to travel and reach my abode destination, but I could not do it. It all went in vain. എനിക്കുണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്.
that which I am going to, the laws that is going to happen to me is great. ഈ ഒരു പശ്ചാത്തലം, ഈ ഒരു ഉദാഹരണത്തിൽ നിന്നുകൊണ്ട് ഒരു 5 സത്യങ്ങൾ ഈ 15-ാം അധ്യായത്തിൽ ഞാൻ പറയാൻ പോവുകയാണ്. Based on this understanding from the illustration, I'm going to mention to you 5 things. നമ്മുടെ ജീവിതത്തിൽ വൃഥാവായി തീരുവാൻ സാധ്യതയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ, The certain facts or realities that can turn to be vain in our life. ഇതിനകത്ത് 1-2 കാര്യങ്ങളായിരുന്നു എന്റെ വായനയിൽ ഞാൻ കണ്ടെത്തിയത്. And there were only 1 or 2 things which I read and I understood. എന്നാൽ ഇത് എന്റെ ഹൃദയത്തെ വാസ്തവമായി സ്പർശിക്കുവാൻ ഇടയായപ്പോൾ, but this topic, when it really touched my heart, ഓൾമോസ്റ്റ് ഈ 58 വാക്യങ്ങൾ ഞാൻ മെമ്മറൈസ് ചെയ്യുവാൻ, കാണാതെ പഠിക്കുവാൻ ഇടയായി എനിക്ക്. and uncle could by heart this 58 verses. എനിക്കതൊരു ഒരു വലിയ ആവേശം തന്നെ ഉണ്ടാക്കുവാൻ ഇടയായി തീർന്നു. This was a real source of strength, or I was very passionate to learn it. ഈ അധ്യായത്തിൽ വൃഥാവായി തീരുവാൻ സാധ്യതയുള്ള 5 യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് പൗലോസ് സംസാരിക്കുന്നത് കണ്ടെത്തുവാൻ എനിക്കിടയായി തീർന്നു. 5 realities or 5 things that can turn vain, which Apostle Paul mentions in this chapter, has touched my heart. അത് വിശദമായിട്ട് പഠിക്കേണ്ടതാണ്. എന്നാൽ കുറഞ്ഞ സമയം കൊണ്ട് ആ പോയിന്റുകൾ മാത്രം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് പറയാമെന്ന് ഞാൻ വിചാരിക്കും. We need to go and study in depth and in detail, but I just want to mention a few points there. അല്ല സിസ്റ്ററെ, സുവിശേഷത്തിന്റെ ഫലം എന്താണ്? റിസൾട്ട് എന്താണ്? What is the fruit of the gospel? സുവിശേഷത്തിന്റെ ഫലം എന്താണ്? What is the fruit of the gospel? A soul ഫ്രൂട്ട് getting ഓഫ് ദി സ്പിരിറ്റ് എന്താന്ന് ചോദിച്ചെങ്കിൽ പറഞ്ഞേനെ. പക്ഷെ ഫ്രൂട്ട് ഓഫ് ദി ഗോസ്പൽ എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും എന്റെ മറുപടി? fruit of the spirit we understand, or we can answer what is the fruit of the gospel. A soul getting പാപമോചനം. പാപമോചനം. വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. പാപമോചനം. It is the remission of sins. ഇനി 1 Corinthians 15-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിക്കുക. Shall we turn 1 Corinthians chapter 15 and verse 2? ഈ വായിച്ചു വെക്കുന്ന വാക്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ വെയിൻ എന്നാകുന്ന വാക്ക് കാണാനായിട്ട് കഴിയും. So in English, you will see all of these verses that we're going to read having the word vain, by which you were saved, if you hold fast that word which I preached to you, unless you believed in vain. സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. There is a chance that the gospel can go in vain. സുവിശേഷം നമുക്ക് പാപമോചനം നൽകി തരുന്നതാണ്. Gospel has given us the remission of sins. സുവിശേഷം നമ്മെ പാപത്തിൽ നിന്നും രക്ഷിച്ച് സ്വർഗത്തിന് അവകാശിയാക്കി തീർക്കുന്നതായ ഒന്നാണ്. Gospel is the one which has saved us from the hellfire and given us the privilege to be in heaven. സുവിശേഷം ന്യായവിധിയിൽ നിന്നും നമ്മെ വിടുവിക്കുന്നതാണ്. Gospel is which redeems us from the judgment. സുവിശേഷം നിത്യ ജീവന് ആധാരമായിരിക്കുന്നതാണ്. Gospel is for the eternal. എന്നാൽ ആ സുവിശേഷം ഞാൻ വിശ്വസിക്കാതെ വന്നാൽ ആ സുവിശേഷം എന്നിൽ വിശ്വാസമായി പരിണമിക്കാതെ വന്നാൽ അത് വ്യർത്ഥമായി തീരും. If the gospel does not transpire faith in me, then the gospel will be in vain. സുവിശേഷത്തെ അറിഞ്ഞതുകൊണ്ട് ഒരുവൻ സ്വർഗരാജ്യത്തിൽ പോകുന്നില്ല. Just knowing the gospel will not lead a person to the kingdom of heaven. യേശുക്രിസ്തു വന്ന് ക്രൂശിൽ മരിച്ചു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് ഒരുവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. Lord Jesus Christ came and he died, believing that does not make a person to go to heaven. യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്ക് പര്യാപ്തമായതെന്ന് മാത്രം വിശ്വസിക്കുന്നവനാണ് സ്വർഗരാജ്യത്തിന് അവകാശിയാകുന്നത്. The one who believes that Lord Jesus Christ is the only way of salvation would be inheriting the heaven. യേശുക്രിസ്തു ഒരു വഴിയാണെന്ന് പറയുന്നവനല്ല. യേശുക്രിസ്തു മാത്രമാണ് സ്വർഗത്തിലേക്കുള്ള ഏക മധ്യസ്ഥൻ എന്ന് വിശ്വസിക്കുന്നവനാണ് വിശ്വാസത്തിലേക്ക് വരുന്നത്. അവനാണ് രക്ഷിക്കപ്പെടുന്നത്.
A person who believes Jesus is the way is not the person reaching the heaven. He believes that Jesus is the only way to heaven. He is the one who will reserve to have that eternal life. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിക്കുക, കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ സ്വർഗത്തിന് അവകാശിയാണ്. Just remember in this manner, because I believed on Lord Jesus Christ is why I am a partaker of being in heaven. എന്നാൽ എന്റെ കുടുംബത്തിൽ എന്റെ പ്രിയപ്പെട്ടവരിൽ എത്രയോ ആളുകൾ സുവിശേഷത്തെ അറിയാവുന്ന, സുവിശേഷത്തെ സ്നേഹിക്കുന്ന, സുവിശേഷം മാത്രമാണ് യേശുക്രിസ്തു എന്ന് വിശ്വസിക്കുന്ന എത്രയോ പേർക്ക് ഈ സുവിശേഷം അത് വൃഥാവായി പോകുമെന്നുള്ള സത്യം നാം തിരിച്ചറിഞ്ഞിട്ടുള്ളവരാണോ പ്രിയപ്പെട്ടവരെ? Are we able to realize that many dear ones and the ones that who are very closely associated to us, to them this knowledge is not transpiring into faith, and thus this gospel is becoming vain in their life? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ സമയം എന്നെ അനുവദിക്കുന്നില്ല. I've got കർത്താവായ many- യേശുക്രിസ്തുവിനോട് ഒരു പരീക്ഷ സംസാരിച്ച വിഷയം സുവിശേഷം നാം വായിക്കുന്നുണ്ട്. There are many things to say. To the lack of time, there is an instant where the Pharisee is speaking to the Lord Jesus Christ, എല്ലാറ്റിനും മുഖ്യ കൽപ്പന ഏതാണെന്ന് ചോദിച്ചു. and he asked, which is the greatest of all commandment? എന്തായിരുന്നു അവന്റെ മറുപടി? What was the answer to it? നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കുകയും കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പന എന്ന് ഈ മനുഷ്യൻ പറയാനിടയായി. And this was the answer that was given, that love your God with your heart, mind, and soul, and then love your labor. And this is the greatest of all commandments. This was the response was. കർത്താവ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും പറഞ്ഞു, അതിന്റെ വിശദീകരണവും പറഞ്ഞു. The question that was posed by the Lord, the answer and the explanation both was given. ആ മനുഷ്യനോട് യേശുക്രിസ്തു ഇങ്ങനെയാണ് പറഞ്ഞത്, And to that man, the Lord Jesus Christ said like this, നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല. and you are somebody who are not close to the kingdom of God. മനസ്സിലായോ വാചകം? ദൈവരാജ്യത്തോട് അകന്നവനല്ല. You are not somebody who is close to the kingdom of God. എന്താ ഗ്ലാഡിസ് ബ്രദറെ ആ വാക്കിന്റെ അർത്ഥം? What does that really mean? ആ വ്യക്തിക്ക് കർത്താവ് ആരാണെന്നുള്ളത് അല്ലെങ്കിൽ ദൈവം ആരാണെന്നുള്ളത് അറിയാമായി. ചോദ്യം ശ്രദ്ധിക്കുക. ദൈവരാജ്യത്തോട് അകന്നവനല്ലെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? What does it mean that you're not close to the kingdom of heaven? ഇപ്പം ഗ്ലാഡിസ് ബ്രദറിന്റെ ഭാര്യ തൊട്ടടുത്തിരിക്കുന്നു അല്ലേ? അല്ലേ? ആണല്ലോ. അതെ. എന്റെ ഭാര്യ എന്നോട് അകന്നവളല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അടുത്തിരിക്കുന്നു. അടുത്തിരിക്കുന്നു. പക്ഷെങ്കിൽ ആശയം മനസ്സിലാവും ഞാൻ പറഞ്ഞതിന്റെ? പ്രവേശിച്ചിട്ടില്ല. ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തോട് വളരെ അടുത്തവനാണ്, പക്ഷെ ദൈവരാജ്യത്തിന് അകത്തല്ല. See, when it says that you are close to the kingdom of heaven, doesn't mean that he's entered into the kingdom of heaven. He's just very close. He's just there. അനേകർ ദൈവരാജ്യത്തോട് അകന്നവനല്ല, വളരെ അടുത്ത് കഴിയുന്നവരാണ് അനേകർ. See, many today are very close to the kingdom of heaven, but unfortunately they have not entered into the kingdom of heaven. പക്ഷേ ദൈവരാജ്യത്തിന് അകത്താണോ അതോ പുറത്താണോ എന്നുള്ളത് നാം ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. It is very important for us to make that understanding clear. Are we very close to the kingdom of heaven, or are we in the kingdom of heaven? ഞാൻ ആ പോയിന്റ് ഇങ്ങനെ അവസാനിപ്പിക്കട്ടെ. സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. Let me tell you this thing, that there is a possibility that gospel can go in vain. വളരെ ഭയത്തോടെ, വളരെ ഗൗരവമായിട്ട് ഈ സത്യം നാം ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. It is very important for us to consider and ponder upon this topic very seriously. നമ്മുടെ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട നമ്മുടെ മക്കൾ, the children who are brought up in our family, അവർ ജനനം മുതൽ സുവിശേഷം കേൾക്കുന്നവരാണ്.
They've been hearing the gospel right from their birth. പരീശൻ പറഞ്ഞ പോലെ സുവിശേഷവും അവർക്കറിയാം, സുവിശേഷ വ്യാഖ്യാനം അവർക്കറിയാവുന്നതാണ്. And it's like the Pharisees, they know the gospel, they know the explanation of the gospel. എന്നാൽ അവർ രക്ഷിക്കപ്പെടുന്നില്ല എങ്കിൽ But if they are not coming to the saving knowledge, സുവിശേഷം വൃഥാവായി പോകും. then the gospel is not yielding that fruit, or rather it's in പ്രിയപ്പെട്ടവരെ, vain. ആ വിഷയവുമായി നിങ്ങൾക്കൊന്ന് ഒന്ന് 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 താതാത്മ്യം പ്രാപിക്കുവാൻ, ചിന്തിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? എത്രയോ ഗൗരവമായ ഒരു സത്യമാണ് പരിശുദ്ധാത്മാവ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. How important is that truth? Are we able to ponder and give the due seriousness to that? എന്താ പിന്നെ സുവിശേഷം? സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? What is the gospel? ദാവീദിന്റെ സന്തതിയായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാവുന്നു സുവിശേഷം എന്ന് പറയുമ്പോൾ കർത്താവിന്റെ മരണത്തെക്കുറിച്ച് മാത്രമല്ല പ്രതിപാദിക്കേണ്ടത്. സുവിശേഷം എന്ന് പറയുമ്പോൾ 1 Corinthians 15 അധ്യായത്തിൽ തന്നെ വായിക്കുന്നത്, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തിൻ പ്രകാരം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അതാണ് സുവിശേഷം. Gospel is the Lord Jesus Christ according to the scriptures was born, he was died, buried, and according to the scriptures he resurrected. That's the gospel. സുവിശേഷ നിമിത്തം അനേക അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്, അടയാളങ്ങൾ ചെയ്തിട്ടുണ്ട്, രോഗികൾക്ക് സൗഖ്യമുണ്ടായിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്തതായ ചരിത്രം നാം സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ അതെല്ലാം സുവിശേഷത്തിൽ ബന്ധപ്പെട്ടതാണ്. സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. തന്റെ ജനനം, മരണം, അടക്കം, പുനരുദ്ധാനം, ഇതാണ് സുവിശേഷം. There are many wondrous and miraculous things that has happened in regards to the gospel that we read in the gospels in the New Testament, but none of those are the gospel. Gospel is only Jesus Christ, his birth, his death, his burial, and his resurrection. That's all. നമ്പർ 1, സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യമായിട്ട് പൗലോസ് ഇത് പറയുന്നു. First thing, possibility that gospel might not bear the fruit, or rather it will go in vain. രണ്ടാമത്തെ കാര്യം, Second thing, 10ാമത്തെ വാക്യം, verse 10. But by Verse the 10. grace of God I am what I am, and his grace towards me was not in vain, but I labored. എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. His grace towards me was not in vain. നമുക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. Possibility that the grace that has been granted unto us can go in vain. സൂസൻ സിസ്റ്ററെ, നമുക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരുവോ? Is it a possibility that our grace that has been received can go in vain? പാടില്ല. പാടില്ലെന്ന് പറഞ്ഞാൽ കൃപ വ്യർത്ഥമായി തീരുമോ ഇല്ലയോ? Can grace go in vain? Yes. കൃപയിൽ ജീവിച്ചില്ലെങ്കിൽ വ്യർത്ഥമായി തീരാം. കൃപയിൽ ജീവിച്ചില്ല, വളരെ കറക്റ്റ് ആണ്. ഗ്ലാഡി സിസ്റ്ററിനോട് ഞാൻ ചോദിക്കട്ടെ, എന്നാലും ഗ്ലാഡി സിസ്റ്ററിനോട് ഞാൻ ചോദിക്കട്ടെ, കൃപ വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ടോ? Can grace go in vain? സൂസൻ പറഞ്ഞതുപോലെ തന്നെ പറയുന്നു. സൂസൻ പറഞ്ഞ പോലെ തന്നെ പറയുന്നു. സൂസൻ എന്ത് പറയുന്നു അതാണ്. അതല്ല, നമ്മൾ കൃപയിൽ ജീവിച്ചില്ലെങ്കിൽ വ്യർത്ഥമായി പോകാനുള്ള സാധ്യതയുണ്ട്. എന്താ അതിനൊരു തെളിവ്? What is the proof when you say that you don't live in grace, you can make the grace go in vain? അത് ഞാൻ സൂസനോട് ചോദിച്ചില്ലല്ലേ. എന്താണ് അതിനൊരു തെളിവ്? വ്യർത്ഥമായി തീരുമെന്നുള്ളതിന് തെളിവ് വല്ലതും ഉണ്ടോ? Do we have any example or any proof to say that can grace? ഈ ദൈനംദിന ജീവിതത്തിൽ കൃപ എങ്ങനെയാ പ്രാപിക്കുന്നത്? How do we get grace in our day-to-day life? വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, കൃപ എങ്ങനെയാ നാം പ്രാപിക്കുന്നത്? How do we get grace into our day-to-day life?
ദൈവമായുള്ള കൂട്ടായ്മയിൽ ജീവിക്കണം. ജീവിച്ച കൃപ കിട്ടുമോ ഉപയോഗിച്ച കൃപ നമുക്ക് ലഭ്യമാകുന്നത് എങ്ങനെയാണ്? How do we get grace? വിശ്വാസം മൂലം ആ നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണോ കൃപ? Is the grace based on our അല്ല faith? അല്ല. No. എബ്രായർ 4:16 എബ്രായർ 4:16 എന്താണ് എബ്രായർ 4:16 വായിക്കുന്നത്? തത്സമയത്ത് കൃപ സഹായത്തിനുള്ള കൃപ ലഭിക്കാനായി വാക്യം വായിച്ച റെഫറൻസ് എന്നോട് പറയാതെ വാക്യം ഒന്ന് പറഞ്ഞേ. തത്സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി കൃപാസനത്തിനടുത്തേക്ക് കടന്നില്ല. കൃപാസനത്തിനടുത്തേക്ക് ചെന്നിട്ട് എന്ത് ചെയ്യണം? ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. അടുത്ത് ചെന്നിട്ട് അവിടെ പറയാണ് സംഭവിച്ചു. അടുത്ത് ചെന്നിട്ട് Hebrews chapter 4 and verse 16, sorry. Let us therefore come boldly to the throne of grace that we may obtain mercy and find grace to help in the time of need. നിങ്ങൾക്കറിയാമോ, കൃപ ചോദിച്ചു വാങ്ങിക്കുന്നതാണ്. Grace is something that you need to ask for. നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു പഴയ പാട്ടുണ്ട്. പലർക്കും അറിയാം, ചിലർക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരു പഴയ പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെയാണ്: നിൻ കൃപാസനത്തിന്റെ മുമ്പിൽ ഞാൻ വീണ് കെഞ്ചുന്നേ. രാജുവിൽ ആ പാട്ടറിയാമല്ലേ? പോകല്ലേ കടന്നെന്നെ നീ പ്രിയ എന്നാണ് പാട്ടിന്റെ ആരംഭം. നിൻ കൃപാസനത്തിൻ മുൻപിൽ വീണു കെഞ്ചുന്നേ, എൻ വിശ്വാസം ക്ഷീണിക്കുമ്പോ നീ സഹായിക്കേ. നിന്റെ കൃപാസനത്തിന്റെ മുമ്പിൽ ഞാൻ വീണ് കെഞ്ചുകയാണ് നിന്റെ കൃപയ്ക്കായിട്ട്. I'm begging and pleading at the throne of grace to get that grace from you. തക്ക സമയത്ത് ദൈവം തന്റെ കൃപ അയച്ച് നമ്മെ ദൈവത്തിന്റെ കൃപയാൽ താങ്ങുന്നു, സഹായിക്കുന്നു. At the appropriate time, he is sending forth his grace that is sustaining and leading us. എന്നാൽ ഒരു ഭയനിർദ്ദേശം ഞാൻ പറയട്ടെ. ഞാൻ പ്രാപിച്ച കൃപ, എനിക്ക് ലഭ്യമായ കൃപ ദൈവത്തിന് ഉപകാരപ്രദമായില്ലെങ്കിൽ ആ കൃപ വ്യർത്ഥമായി തീരും. Let me warn you, the grace that you obtain from the Lord, if it is not used for him, then that grace can go in vain. നാം പ്രാപിക്കുന്ന കൃപ ദൈവത്തിന് ഉപകാരപ്രദമാകുന്നുണ്ടോ എന്നുള്ളത് ഓരോരുത്തരും സൂക്ഷ്മമായി പരിശോധിക്കണം. Each one of us has to personally examine that grace that we obtain from God. Is it getting used for him? ഇത് എത്രയോ ഭയപ്പെടുത്തേണ്ട ഒരു സംഭവമാണെന്ന് അറിയാമോ? Do you know how much of fear should that thought really bring into us? ഇന്ന് രാവിലെ മുതൽ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മുതൽ എന്താണെന്ന് അറിയാമോ? One thing that uncle has been praying right since the morning when he woke up. കർത്താവേ, ഇന്ന് രാത്രിയിലത്തെ ബൈബിൾ ക്ലാസ്സിനെ കർത്താവ് അനുഗ്രഹിക്കണം. That the Lord should bless the Bible class. ഞാൻ എന്റെ നെഞ്ചത്തടിച്ച് പറയട്ടെ, നിന്റെ കൃപയ്ക്കായിട്ട് ഞാൻ യാചിക്കുന്നു, ദൈവത്തിന്റെ കൃപ എനിക്ക് തന്നു. And the grace was asked for and grace was given. എനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഒത്തവണ്ണം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഈ ശുശ്രൂഷ ചെയ്തിട്ട് അത് ദൈവത്തിന് ഉപകാരപ്രദമായില്ലെങ്കിൽ ഇന്ന് എനിക്ക് ലഭിച്ച കൃപയ്ക്ക് ഞാൻ കണക്ക് പറയേണ്ടി വരും. അതെന്നിൽ വ്യർത്ഥമായി തീർന്നു. So if the grace that was granted to me today and the grace with which I have ministered to you, if that goes in vain, then I am responsible to give an account to the Lord. ഈ ക്ലാസിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? Do you understand the responsibility of taking this class? ഇന്ന് ക്ലാസ് എടുക്കുവാൻ ആവശ്യമായ കൃപയ്ക്കായിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. Uncle asked for the grace to be able to lead or take the Bible study tonight. ആ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ പ്രിപ്പയർഡ് ആകുന്നില്ലെങ്കിൽ ഒന്നും കൂടെ പറയട്ടെ, ആ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ പ്രിപ്പയർഡ് ആകുന്നില്ലെങ്കിൽ ഞാൻ പ്രാപിച്ച കൃപ എനിക്ക് വ്യർത്ഥമായി.
എനിക്കത് വ്യർത്ഥമായെങ്കിൽ ഞാൻ ആ കൃപയ്ക്ക് കണക്ക് പറയേണ്ടതായിട്ട് വരും. If I am not getting prepared for the grace that has been granted unto me and not being able to minister in that way, then that grace goes in vain and I'm accountable of obtaining that grace and not getting that utilized for God. നാളിതുവരെ ഏതെല്ലാം വിഷയങ്ങൾക്ക് നാം ദൈവത്തോട് കൃപ ചോദിച്ചു വാങ്ങിച്ചു? Till today, for how many matters have we asked for grace from God? എന്നാൽ ദൈവത്തിന് ഉപകാരപ്രദമായി തീർന്നിട്ടുണ്ടോ? And was it ever been utilized or beneficial for God obtaining that grace from him? ദൈവത്തിന്റെ കൃപയാൽ ദൈവം എന്നെ ഈ ഊഷര ഭൂമിയിൽ നിലനിർത്തിയത് ദൈവത്തിന് ഉപകാരപ്രദമായി തീർന്നിട്ടില്ലെങ്കിൽ അതിന് വ്യർത്ഥമായി. If the sustenance of by this grace of God is not useful unto God, then it goes in vain. ഈ 26 ഡിവൈസസ് ഇപ്പോൾ കയറിയിട്ടുണ്ട്. ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കട്ടെ, ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? Let me ask you, all those who have gathered, have you not obtained, have you not cherished the grace of God? ദൈവം തന്ന കൃപ ദൈവത്തിന് ഉപകാരപ്രദമായോ? Has the grace that God has given being useful unto him? ഇവിടെ വായിച്ച വാക്യം എന്താണ്? What is the എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. And that grace towards me was not in vain. First Corinthians chapter 15 and verse 10. ഞാനൊരു വാക്യം കൂടെ കാണിച്ചു തരാം. Let me show to you another verse. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന് 1-ാമത്തെ വാക്യം. 2 Corinthians chapter 6 and verse 1. We then as workers together with him also plead with you not to receive the grace of God in vain. നിങ്ങൾക്ക് ലഭിച്ച കൃപ വ്യർത്ഥമായി തീരരുത് എന്ന് സഹപ്രവർത്തിക്കാരായ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. So this is the exhortation to the co-workers that the grace that has been received should not go in vain. എനിക്ക് ജീവിക്കുവാനുള്ള കൃപ ഞാൻ ചോദിച്ചു വാങ്ങിച്ചു. I've asked for my sustenance, that grace from God. ദൈവം ആർക്കും കടക്കാരനല്ല. My God is not a debtor to anybody. ദൈവം കൃപ തന്നു. God gave grace. എന്നാൽ ആ കൃപ ദൈവത്തിന് ഉപകാരപ്രദമായില്ലെങ്കിൽ, but if that grace does not get utilized for God or useful to God, then that grace goes in vain. അത് വ്യർത്ഥമായി തീർക്കുകയാണ് ചെയ്യുന്നത്. It does not go in vain. We make it go in vain. അങ്ങനെയാണെങ്കിൽ ആ കൃപയ്ക്ക് നാം കണക്ക് പറയേണ്ടതായിട്ട് വരും. If that is the case, we are accountable for the grace that has been granted unto us. നമ്മുടെ സമയത്തിന് നാം കണക്ക് പറയണോ? Do we need to account for our time? നമുക്ക് ലഭിച്ച സമ്പത്തിന് നാം കണക്ക് പറയണോ? Do we need to account for the wealth that we have? നമുക്ക് ലഭിച്ച സകലത്തിന് നാം കണക്ക് പറയണം. All that we have received, we will be accountable. ഇന്ന് രാത്രി മനസ്സിലാക്കിയ ഒരു കാര്യം കൂടെ, നമുക്ക് ലഭിച്ച കൃപയ്ക്കും നാം കണക്ക് പറയണം. One more thing that you need to understand to that is the grace that is being granted. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിച്ചേ മതിയാകുകയുള്ളൂ. In front of the judgment seat of Christ, you and I have to give the account. വേറൊരു ഓപ്ഷൻ ഇല്ല പ്രിയപ്പെട്ടവരെ. There is no other option. കൃപ വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. Possibility that grace can go in vain because of us. അത് ഞാനായിട്ട് വ്യർത്ഥമാക്കുന്നെങ്കിൽ അതിന്റെ കണക്ക് ഞാൻ ദൈവമുമ്പാകെ കൊടുത്തേ മതിയാകുകയുള്ളൂ. If I cause the reason for the grace to go in vain, then I have to give an account for the same. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 2 കാര്യങ്ങൾ നാം ചിന്തിച്ചു. ഒന്ന്, സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. We pondered upon 2 things. One, the gospel can go in vain. സുവിശേഷം എന്താണെന്ന് നാം ഓർക്കുകയുണ്ടായി. We looked upon what is the gospel. സുവിശേഷത്തിന് വേണ്ടി കർത്താവ് ആയി തീർന്നത് എത്രയോ ഗൗരവമേറിയതായ സത്യമാണ്. നമുക്കറിയാവുന്ന നാം തിരിച്ചറിഞ്ഞുള്ള സത്യമാണ്. We understood and realized the seriousness of what the Lord became for the gospel. എന്നാൽ ആ സുവിശേഷം രക്ഷയ്ക്ക് മുഖാന്തരമായില്ല. അതുകൊണ്ട് അത് വൃഥാവായി. If the gospel does not transpire to have a faith in Christ, then the gospel goes in vain.
ആ സുവിശേഷം എന്നിൽ എന്തെല്ലാം ആത്മീയ അനുഗ്രഹങ്ങളാണ് നൽകി തന്നത്. How much of spiritual blessing has the gospel granted in my life? രണ്ടാമത്തെ കാര്യം, ലഭിച്ച കൃപ വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. Secondly, the granted grace or obtained grace can go in vain. ഒരു കാര്യം കൂടി ചുരുക്കമായി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. One more thing very shortly and I shall close. Verse 14, 14-ാമത്തെ വാക്യം. Verse 14 of 1 Corinthians chapter 15. നമ്മുടെ പ്രസംഗം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. A possibility that the preaching can go in vain. Verse 14, ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്. If Christ is not risen, then our preaching is empty. ഇവിടെ ഇതാ ഉയർത്തുന്നേൽപ്പിന്റെ മറ്റൊരു പ്രാധാന്യത കൂടി രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. There is another important facet of the resurrection of Lord Jesus Christ. ഇന്ന് ഈ പ്രസംഗം വ്യർത്ഥമല്ല എന്ന് പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ സാധ്യതയുള്ളൂ. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. Today, this preaching is not empty. The only fundamental reason is because of the resurrection of Lord Jesus Christ. ക്രിസ്തു ഉയർത്തില്ല എങ്കിൽ ഈ പ്രസംഗം വ്യർത്ഥമാണ്. If Christ is not resurrected, then the preaching is vain or empty. എന്നാൽ അവൻ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് ഈ പ്രസംഗം നമ്മെ ആത്മീയ വർധനവിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത്. Because he is resurrected, this preaching is leading us to the spiritually edification. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് ചേർത്ത് ചിന്തിച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, പ്രസംഗം നമ്മെ ആത്മീയ വർധന സഹായകമായി തീരുന്നു. Just think this truth synonymously, that preaching is leading us to the edification. നാം ആത്മീയമായിട്ട് വളരുന്നു. We are growing spiritually. നാം എവിടം വരെ വളരുന്നു? And to what extent do we grow? നാം ക്രിസ്തുവിന്റെ തലയോളം വളരുന്നു. We are growing till Christ as the head. അത് എത്രയോ ഗൗരവമുള്ള ഒരു വിഷയമാണത്. How important and serious a thing is that. അതാണ് പ്രസംഗം ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം, അല്ലെങ്കിൽ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതായ കാര്യം. അതാണ് this is what preaching or exhortation does. അത് പ്രയോജനപ്പെടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ക്രിസ്തു ഉയർത്തു എന്നുള്ളതാണ്. The reason for that being benefiting or edifying is because Lord Jesus Christ is resurrected. നമ്മെ സഹായിക്കുമാറാകട്ടെ. May the good Lord help us. ഈ പ്രസംഗം തുടരേണ്ടത് ആവശ്യമാണ്. കർത്താവിന്റെ മടങ്ങിവരവരെ തുടരേണ്ടത് ആവശ്യമാണ്. This preaching has to continue till the coming of the Lord Jesus Christ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഈ ഉയർപ്പിന്റെ അനുഭവം എനിക്ക് കൈവശമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? But am I able to experience the experience of the resurrected Lord Jesus Christ? ഞാനിപ്പോ അവസാനിപ്പിക്കാം. നാലാമത്തെ കാര്യം, Fourth thing, 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. Verse 17, 1 Corinthians chapter 15, verse 17. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. വീണ്ടും ആ വാക്ക്. Again, if Christ is not risen, your faith is futile. എന്താണ് വിശ്വാസം? What is faith? വിശ്വാസം എന്നത് ആശികന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാകും. And faith is something that you believe upon, that things that you have not seen. ഈ വിശ്വാസം അത് അനുഗ്രഹമായി പരിണമിക്കുന്നതിന്റെ പിന്നിൽ വ്യാപരിക്കുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉയർത്തുന്നേൽപ്പാണ്. The faith transpiring into blessing, the foundation of the same is the risen Lord Jesus Christ. നമ്മുടെ വിശ്വാസം ഉപകാരപ്രദമായി തീരുന്നത് ക്രിസ്തുവിന്റെ ഉയർത്തുന്നേൽപ്പിലാണ് ഇരിക്കുന്നത്. Our faith is becoming beneficial is based on the fact that Christ is risen. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. One more thing. 58-ാമത്തെ വാക്യം. Verse 58. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുവീൻ. Therefore, my beloved brethren, be steadfast, immovable, always abounding in the work of the Lord, knowing that your labor is not in vain in the Lord. ഈ ഇവിടെ ലേബർ എന്നാകുന്ന വാക്കാ കൊടുക്കുന്നത്, പ്രയത്നം എന്നാകുന്ന വാക്കാ കൊടുക്കുന്നത്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതം എന്നാണ് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടത്. So the labor, the word should be translated to life, our life. നിങ്ങളുടെ ജീവിതം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് നാം തിരിച്ചറിയാം.
we should understand that our life in Christ is not in vain. കർത്താവ് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഈ വിഷയം ഒന്നും കൂടെ പറയുന്നതായിരിക്കും. 5-ാമത്തെ കാര്യം, നമ്മുടെ ജീവിതത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താ? So God willing, we'll reiterate this in the next class. What is our perspective towards our life? നമ്മുടെ ജീവിതം എപ്രകാരമുള്ളതായിരിക്കും? How should our life be? കർത്താവിൽ നാം ജീവിക്കുന്ന ജീവിതത്തിന്റെ പ്രാധാന്യത നാം എത്ര പേർ തിരിച്ചറിയുന്നവരാണ്? How much do we understand the importance of our life in Christ? നമ്മുടെ ജീവിതം എങ്ങനെയുള്ളതാണ്, എപ്രകാരമുള്ളതാണ് എന്നതിന്റെ പ്രാധാന്യം നാം മനസ്സിലാക്കുന്നുണ്ട്. Do we understand the importance of our life and how our life should be? ക്രിസ്തീയ ജീവിതത്തിന്റെ ആകത്തുക എന്താണെന്ന് നാം ചിന്തിച്ചിട്ടുണ്ട്? നാം തിരിച്ചറിയുന്നവരാണ്. Do we understand the whole essence of our Christian life? കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. May the good Lord help us. 4 കാര്യങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, സുവിശേഷം വൃഥാവായി തീരുവാൻ സാധ്യതയുണ്ട്. 4 things that we spoke. Gospel may go in vain. ലഭിച്ച കൃപ വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. The obtained mercy grace can go in vain. I'm sorry. പ്രസംഗം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. Chances are the preaching can be empty. വിശ്വാസം വ്യർത്ഥമായി തീരുവാൻ സാധ്യതയുണ്ട്. Chances the faith can go futile. എന്നാൽ കർത്താവിൽ നിങ്ങളുടെ ജീവിതം വ്യർത്ഥമല്ല. But your life in Christ is not in vain. ഇത് കർത്താവിനുള്ളത് തന്നെയാണോ എന്ന് വാസ്തവമായി നാം തിരിച്ചറിയണം. We should understand that is our life in Christ in the first place. പത്രോസ് ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്. 2 പത്രോസിന്റെ അവസാനത്തിലെ വാക്യം. 2 Peter is concluding in this manner. എന്താ പറയുന്നത് അറിയാമോ? What does he say there? താൻ എഴുതി അവസാനിപ്പിക്കുന്നത് അറിയാമോ? What does he close? കൃപയിലും നമ്മുടെ കർത്താവ് നിശ്ചിതമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ എന്ന് പറഞ്ഞാണ് നിങ്ങൾക്ക് അവസാനിപ്പിക്കുന്നത്. He says, grow in the grace and knowledge of our Lord and Savior Jesus Christ. അനുദിനം ആത്മീയമായി വളരുന്ന ഒരു അനുഭവം നമുക്കുണ്ടോ? അങ്ങനെ ഒരു ജീവിതമാണോ നമ്മുടെ ജീവിതം? Is our spiritual life growing day by day? Do we have an experience in that manner? എങ്കിൽ അത് വ്യർത്ഥമാകുകയില്ല. If that is the case, then your life in Christ will not go in vain. എന്നാൽ അങ്ങനെയല്ല എങ്കിൽ, if that is not the case, അങ്ങനെയല്ല എങ്കിൽ, if that is not the case, അത് വ്യർത്ഥമായി തീരും. then it can go in vain. മനോഹരമായ ഒരു പാട്ട് ആത്മീയഗീതത്തിലുണ്ട്. There is a beautiful song in Atmiya Geetangal. എനിക്ക് പാടാൻ അറിഞ്ഞുകൂടാ, ഞാൻ പാട്ട് പറയുക സാധാരണ ചെയ്യുന്നത്, എങ്കിലും ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. Uncle does not know really to sing, but he's just going to say that song. എന്നോട്ടവും അധ്വാനവും ഞാൻ കാത്തനാം വിശ്വാസവും വ്യർത്ഥമല്ല അതു നിശ്ചയം, വേഗം കാണും എൻ മണാളനെ, കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും, യേശുവേ മണാളനെ പ്രത്യാശയിൻ പ്രദീപമേ. എന്റെ ഓട്ടവും എന്റെ അധ്വാനവും, my race and my faith or my life, എന്റെ ഓട്ടവും എന്റെ അധ്വാനവും, my race and my labor, അത് വൃഥാവായി തീരരുത്. that it should not go in vain. കർത്താവിലുള്ളതായിരിക്കണം, അതല്ലെങ്കിൽ അത് വൃഥാവായി തീരും. If it is not in the Lord, then it can go in vain. കുറച്ചുകൂടെ കാര്യങ്ങൾ ഈ ഭാഗത്തെ സംബന്ധിച്ച് പറയാനുണ്ട്. കർത്താവ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. There are a few more things that need to be said. If God willing, we'll share that in the next class. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ഇത്രയും പേർ കടന്നു വരാൻ കർത്താവ് കൃപ ചെയ്തു. ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നിന്ന് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടി ആളുകൾ അടുത്ത ക്ലാസ്സിൽ കടന്നു വരും ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കും. So I praise and glorify God for everyone who is gathered here. May it be a blessing to you all, and may, if God gives another opportunity, let more of us gather to study, and may His name be glorified. Thank you, Tony. Thank you very much. God bless you. Thank you.